ദേന ബാങ്കിന്റെ വളർച്ചയും തുടർന്നുള്ള ബാങ്ക് ഓഫ് ബറോഡയുമായുള്ള ലയനവും ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെ ഒരു സുപ്രധാന അധ്യായമായിരുന്നു. പതിറ്റാണ്ടുകളുടെ മഹത്തായ ചരിത്രമാണ് ഈ ബാങ്കിനുള്ളത്. സ്വകാര്യ മേഖലയിലെ ഒരു ചെറിയ ബാങ്കായിട്ടാണ് ദേന ബാങ്ക് ആരംഭിച്ചത്. പിന്നീട് ദേശസാൽക്കരണത്തിലൂടെ ഇത് പൊതുമേഖലയുടെ ഭാഗമായി. ഒടുവിൽ ഒരു പ്രധാന ഏകീകരണത്തിൽ ഇത് ഒരു വലിയ ബാങ്കുമായി ലയിച്ചു. ഈ യാത്ര ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ദേന ബാങ്കിന്റെ കഥ കേൾക്കാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ആൻഡ് യു ആർ വാച്ചിങ് ടോക്സ് ബൈ രഞ്ജിത് കൃഷ്ണൻ. ദേന ബാങ്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1938 മെയ് 26-നാണ്. ദേവ്കരൺ നാൻജി കുടുംബമാണ് ഈ ബാങ്കിന് തുടക്കമിട്ടത്. അന്ന് ദേവ്കരൺ നാൻജി ബാങ്കിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. മുംബൈ ആസ്ഥാനമാക്കിയായിരുന്നു ബാങ്കിന്റെ പ്രവർത്തനം. ദേവ്കരൺ നാൻജിയുടെ മക്കളായ ചൂനിലാൽ ദേവ്കരൺ നാൻജി, പ്രാൺലാൽ ദേവ്കരൺ നാൻജി എന്നിവരും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും ചേർന്നാണ് ഈ സംരംഭത്തിന് രൂപം നൽകിയത്. ഒരു സ്വകാര്യ സ്ഥാപനമായിട്ടാണ് ഇത് തുടങ്ങിയതെങ്കിലും ബാങ്കിംഗ് മേഖലയിൽ ഒരു പുതിയ പാത വെട്ടിത്തുറക്കാൻ അവർക്ക് കഴിഞ്ഞു. തുടക്കത്തിൽ ബാങ്കിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 ലക്ഷം രൂപയും ഇഷ്യൂഡ് ക്യാപിറ്റൽ 2 ലക്ഷം രൂപയും പെയ്ഡപ്പ് ക്യാപിറ്റൽ 8670 രൂപയുമായിരുന്നു. അക്കാലത്തെ ഒരു ബാങ്കിംഗ് സ്ഥാപനത്തിന് ഇത് വലിയ തുകയായിരുന്നു. 1939 ഡിസംബറിൽ ഈ സ്ഥാപനം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി. അതോടൊപ്പം ബാങ്കിന്റെ പേര് ദി ദേന ബാങ്ക് ലിമിറ്റഡ് എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. ദേന എന്നത് ദേവ്കരൺ നാൻജി എന്നതിന്റെ ചുരുക്കപ്പേരായിരുന്നു. ഇത് ബാങ്കിന്റെ സ്ഥാപക കുടുംബത്തോടുള്ള ബന്ധം നിലനിർത്തുന്ന ഒന്നായിരുന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിലാണ് ദേന ബാങ്ക് തുടക്കം മുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. സാധാരണക്കാരായ ജനങ്ങളിലേക്കും ചെറുകിട വ്യാപാരികളിലേക്കും ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. മുംബൈയിൽ നിന്ന് ആരംഭിച്ച് ബാങ്ക് സാവധാനം അതിന്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചു. വിശ്വാസ്യതയും ഉപഭോക്തൃ സൗഹൃദ സമീപനവുമാണ് ദേന ബാങ്കിനെ ജനപ്രിയമാക്കിയത്. 1969 ഇന്ത്യൻ ബാങ്കിങ്ങിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. രാജ്യത്തെ 14 പ്രധാന ബാങ്കുകളെ ദേശസാൽക്കരിക്കാൻ അന്നത്തെ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു. ബാങ്കിംഗ് സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക എന്നിവയായിരുന്നു ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. 1969 ജൂലൈ 19-ന് ബാങ്കിംഗ് കമ്പനി ആക്ട് പ്രകാരം ദേന ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടു. ഇതോടെ ദി ദേന ബാങ്ക് ലിമിറ്റഡ് എന്ന പേര് മാറി ദേന ബാങ്ക് എന്ന് മാത്രമായി. ഒരു സ്വകാര്യ ബാങ്ക് എന്ന നിലയിൽ നിന്ന് ഒരു പൊതുമേഖലാ ബാങ്കായി ദേന ബാങ്ക് മാറി. ദേശസാൽക്കരണം ദേന ബാങ്കിന് വലിയൊരു മാറ്റം വരുത്തി. സർക്കാർ ഉടമസ്ഥതയിൽ ബാങ്കിന് കൂടുതൽ വിഭവങ്ങളും വലിയ ശൃംഖലയും കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു. ഗ്രാമീണ മേഖലകളിലേക്കും ചെറുകിട ബിസിനസ്സുകളിലേക്കും കാർഷിക മേഖലയിലേക്കും വായ്പകളും മറ്റു സേവനങ്ങളും എത്തിക്കാൻ ഇത് സഹായിച്ചു. ലീഡ് ബാങ്ക് പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്തിലെ 6 ജില്ലകളുടെയും മധ്യപ്രദേശിലെ 2 ജില്ലകളുടെയും ഒരു കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലിയുടെയും ചുമതല ദേന ബാങ്കിന് നൽകി. ഈ മേഖലകളിൽ ബാങ്കിംഗ് സേവനങ്ങൾ വിപുലപ്പെടുത്തുന്നതിൽ ഇത് നിർണായക പങ്കുവഹിച്ചു. ദേശസാൽക്കരണത്തിന് ശേഷം ദേന ബാങ്കിന്റെ ശാഖകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. പുതിയ ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവതരിപ്പിച്ചു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന ലക്ഷ്യത്തോടെ ബാങ്ക് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. കർഷകർ, ചെറുകിട സംരംഭകർ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ എന്നിവർക്കായി പ്രത്യേക വായ്പാ പദ്ധതികളും നിക്ഷേപ പദ്ധതികളും അവതരിപ്പിച്ചു. ദേശസാൽക്കരണത്തിന് ശേഷമുള്ള ദശകങ്ങളിൽ ദേന ബാങ്ക് വലിയ വളർച്ച കൈവരിച്ചു. 1970-കളിൽ ബാങ്ക് ലീഡ് ജില്ലകളിൽ ശാഖകൾ തുറന്നു. ജില്ലാതല കൺസൾട്ടേറ്റീവ് കമ്മിറ്റികൾ രൂപീകരിച്ചു. 1978 ഡിസംബറിൽ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ദേന ബാങ്ക് ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിച്ചു. 1980-ൽ മധ്യപ്രദേശിലെ രാജ്നന്ദ്ഗാവിലും 1981-ൽ പാറ്റ്നയിലും മൂന്നാമത്തെ റവന്യൂ റൂറൽ ബാങ്ക് സ്ഥാപിച്ചു. 1984-ൽ ഗുജറാത്തിലെ ഹിമ്മത്ത് നഗറിൽ 4ാമത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ദേന ബാങ്ക് സ്പോൺസർ ചെയ്തു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ബാങ്കിംഗ് സേവനങ്ങളിലും ദേന ബാങ്ക് നവീകരണങ്ങൾ കൊണ്ടുവന്നു. 1990-കളുടെ അവസാനത്തോടെ ബാങ്ക് കമ്പ്യൂട്ടറൈസേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1997 ആയപ്പോഴേക്കും 250 ശാഖകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും 11 ATMകൾ സ്ഥാപിക്കുകയും ചെയ്തു. വേൾഡ് ബാങ്കിൽ നിന്ന് സാങ്കേതിക നവീകരണങ്ങൾക്കായി 63 കോടി രൂപയുടെ സഹായം ലഭിച്ച ചുരുക്കം ചില പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നായിരുന്നു ദേന ബാങ്ക്. പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ദേന ബാങ്ക് മുൻപന്തിയിലായിരുന്നു. അക്കൗണ്ട് വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനായി സ്മാർട്ട് കാർഡ് സൗകര്യം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കുകളിൽ ഒന്നായിരുന്നു ദേന ബാങ്ക്. എവിടെയും ബാങ്കിംഗ് എന്ന ആശയം ഇത് പ്രോത്സാഹിപ്പിച്ചു. തിരഞ്ഞെടുത്ത മെട്രോ നഗരങ്ങളിൽ ടെലി ബാങ്കിംഗ് സൗകര്യം അവതരിപ്പിച്ചു. മുംബൈയിലെ ജൂഹുവിലെ ഡ്രൈവ് ഇൻ ATM കൗണ്ടർ സ്ഥാപിച്ച ആദ്യ ബാങ്കുകളിൽ ഒന്നായിരുന്നു ദേന ബാങ്ക്. പ്രായപൂർത്തിയാകാത്തവർക്കായി പ്രത്യേക സേവിംഗ് സ്കീം അവതരിപ്പിച്ചു. ദേന കൃഷി സാത് പത്ര എന്ന പേരിൽ ഗ്രാമീണ മേഖലയിലെ കർഷകർക്കായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചു. ബാങ്കിംഗ് സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കസ്റ്റമർ റേറ്റിംഗ് സിസ്റ്റം നടപ്പിലാക്കി. 2000-ന്റെ തുടക്കത്തിൽ ദേന ബാങ്ക് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി.
2004 ഇൻഷുറൻസ് കമ്പനികളുമായും ട്രാക്ടർ കമ്പനികളുമായും പങ്കാളിത്തമുണ്ടായി. 2005 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബാങ്ക് അഷ്വറൻസ് കരാറിൽ ഒപ്പുവെച്ചു. അതേ വർഷം തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി കരാറിലെത്തി. ഇത് ബാങ്കിന്റെ ബിസിനസ് വികസിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകാനും സഹായിച്ചു. ഈ കാലഘട്ടത്തിൽ ദേന ബാങ്ക് അതിന്റെ മൂലധനം, അതായത് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധിച്ചു. ഓഹരികൾ ഇഷ്യൂ ചെയ്തും സർക്കാരിൽ നിന്ന് മൂലധനം സ്വീകരിച്ചും ബാങ്ക് അതിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തി. 1997 പൊതുജനങ്ങൾക്ക് ഓഹരികൾ ഇഷ്യൂ ചെയ്തു. 2005 ജനുവരിയിൽ രണ്ടാമത്തെ പബ്ലിക് ഇഷ്യൂ നടത്തി. ഇത് നിക്ഷേപകരിൽ നിന്ന് മികച്ച പ്രതികരണം നേടി. 2010കളുടെ മധ്യത്തോടെ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ, പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളിൽ നിഷ്ക്രിയ ആസ്തികളുടെ, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സിന്റെ വർധനവ് ഒരു വലിയ വെല്ലുവിളിയായി മാറി. ദേന ബാങ്കിനും ഈ വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഉയർന്ന NPAകൾ ബാങ്കിന്റെ ലാഭക്ഷമതയെയും പ്രവർത്തനക്ഷമതയെയും ബാധിച്ചു. ഇതിന്റെ ഫലമായി 2018 മെയ് മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേന ബാങ്കിനെ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ചട്ടക്കൂടിന് കീഴിലാക്കി. ഉയർന്ന NPAകൾ, മതിയായ മൂലധനത്തിന്റെ അഭാവം, നെഗറ്റീവ് റിട്ടേൺ ഓൺ അസറ്റ്സ് എന്നിവയായിരുന്നു ഇതിന് കാരണം. PCA ചട്ടക്കൂടിൽ വന്നതോടെ ബാങ്കിന് പുതിയ വായ്പകൾ നൽകുന്നതിനും ശാഖകൾ വികസിപ്പിക്കുന്നതിനും ലാഭവിഹിതം നൽകുന്നതിനും നിയന്ത്രണങ്ങൾ വന്നു. ഇത് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തി. പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രധാന തന്ത്രമായാണ് ലയനത്തെ ഇന്ത്യൻ സർക്കാർ കണ്ടത്. ദുർബലമായ ബാങ്കുകളെ ശക്തമായ ബാങ്കുകളുമായി ലയിപ്പിച്ച് വലിയതും കൂടുതൽ കാര്യക്ഷമവുമായ സ്ഥാപനങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. NPA പ്രശ്നം പരിഹരിക്കുന്നതിനും ബാങ്കുകളുടെ മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുമെന്ന് സർക്കാർ വിലയിരുത്തി. 2018 സെപ്റ്റംബർ 17 ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം ചരിത്രപരമായ ഒരു പ്രഖ്യാപനം നടത്തി. ദേന ബാങ്കിനെയും വിജയ ബാങ്കിനെയും ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇത് രാജ്യത്തെ ആദ്യത്തെ ത്രികക്ഷി, അതായത് 3 പാർട്ടി ബാങ്ക് ലയനമായിരുന്നു. ലയനം വഴി രാജ്യത്തെ മൂന്നാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് രൂപീകരിക്കാനായിരുന്നു ലക്ഷ്യം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ICICI ബാങ്കിനും ശേഷം ഏറ്റവും വലിയ ബാങ്കായി ഇത് മാറി. ലയനത്തിലേക്ക് നയിച്ച ചില പ്രധാന കാരണങ്ങളുണ്ട്. ഉയർന്ന NPAകളുള്ള ദേന ബാങ്കിനെ പോലുള്ള ദുർബലമായ ബാങ്കുകളെ ശക്തിപ്പെടുത്തുക. ലയനത്തിലൂടെ ബാങ്കുകളുടെ പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക. ലയനം വഴി ഉപഭോക്തൃ അടിത്തറയും വിപണിയിലെ സ്വാധീനവും വർദ്ധിപ്പിക്കുക. സർക്കാരിനെ ആശ്രയിക്കാതെ തന്നെ ക്യാപിറ്റൽ സമാഹരിക്കാനുള്ള ബാങ്കുകളുടെ കഴിവ് വർദ്ധിപ്പിക്കുക. ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന വലിയ ബാങ്കുകളെ സൃഷ്ടിക്കുക. ലയനം സംബന്ധിച്ച നിർദ്ദേശം 2019 ജനുവരി 2 കേന്ദ്രമന്ത്രിസഭയും 3 ബാങ്കുകളുടെയും ബോർഡുകളും അംഗീകരിച്ചു. ലയനത്തിന്റെ നിബന്ധനകൾ പ്രകാരം ദേന ബാങ്കിന്റെ ഓഹരി ഉടമകൾക്ക് അവർ കൈവശം വെച്ചിരുന്ന ഓരോ 1000 ഓഹരികൾക്കും ബാങ്ക് ഓഫ് ബറോഡയുടെ 110 ഇക്വിറ്റി ഓഹരികൾ ലഭിക്കും. വിജയ ബാങ്കിന്റെ ഓഹരി ഉടമകൾക്ക് ഓരോ 1000 ഓഹരികൾക്കും 402 ഇക്വിറ്റി ഓഹരികളും ലഭിക്കും. 2 രൂപയായിരുന്നു ഓഹരികളുടെ ഫേസ് വാല്യൂ. 2019 ഏപ്രിൽ 1 മുതൽ ഈ ലയനം പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ദേന ബാങ്കിന്റെയും വിജയ ബാങ്കിന്റെയും എല്ലാ ശാഖകളും ബാങ്ക് ഓഫ് ബറോഡയുടെ ശാഖകളായി പ്രവർത്തിക്കാൻ തുടങ്ങി. ദേന ബാങ്കിന്റെയും വിജയ ബാങ്കിന്റെയും ഉപഭോക്താക്കളെ 2019 ഏപ്രിൽ 1 മുതൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഉപഭോക്താക്കളായി കണക്കാക്കി. ലയനത്തിന് ശേഷം ബാങ്ക് ഓഫ് ബറോഡയുടെ മൊത്തം ബിസിനസ് 14.82 ലക്ഷം കോടി രൂപയായി ഉയർന്നു. 9600-ലധികം ശാഖകളും 10,000-ലധികം ATMകളും 80,000-ലധികം ജീവനക്കാരുമുള്ള ഒരു വലിയ സ്ഥാപനമായി ഇത് മാറി. ലയനം ബാങ്ക് ഓഫ് ബറോഡയുടെ സാമ്പത്തിക പ്രകടനത്തിൽ കാര്യമായ പുരോഗതി വരുത്തി. നോൺ പെർഫോമിംഗ് അസറ്റ് റേഷ്യോ കുറയ്ക്കാനും ലാഭക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് സഹായിച്ചു. ദേന ബാങ്ക് ഇപ്പോൾ പൂർണ്ണമായും ബാങ്ക് ഓഫ് ബറോഡയുടെ ഭാഗമാണ്. അതിന്റെ തനതായ ഐഡന്റിറ്റി നിലവിലില്ല. ദേന ബാങ്കിന്റെ മുൻ ആസ്ഥാനമായിരുന്ന മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ദേന കോർപ്പറേറ്റ് സെന്റർ 2019 സെപ്റ്റംബറിൽ ബാങ്ക് ഓഫ് ബറോഡ ലേലം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ലയനം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം 3 വ്യത്യസ്ത ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെയും സംസ്കാരങ്ങളെയും ഏകീകരിക്കേണ്ടതുണ്ടായിരുന്നു. ജീവനക്കാരുടെ സംയോജനം, IT സംവിധാനങ്ങളുടെ ഏകീകരണം, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഏകീകരണം എന്നിവയെല്ലാം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ ഈ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഇന്ന് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെ ഒരു പ്രധാന ശക്തിയാണ്. ദേന ബാങ്കിന്റെയും വിജയ ബാങ്കിന്റെയും ശക്തികളും ഉപഭോക്താക്കളും ശൃംഖലയും ബാങ്ക് ഓഫ് ബറോഡയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി. ദേന ബാങ്കിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. ഈ സമയം അത്രയും സാധാരണക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിൽ അത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് പിന്തുണ നൽകി. ഒരു ചെറിയ സ്വകാര്യ ബാങ്കായാണ് ദേന ബാങ്ക് ആരംഭിച്ചത്. പിന്നീട് ദേശസാൽക്കരണത്തിലൂടെ വളർന്നു. ഒടുവിൽ അത് ഒരു വലിയ ലയനത്തിന്റെ ഭാഗമായി. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ബാങ്കുകളുടെ ലയനം ഒരു സാധാരണ പ്രവണതയായി മാറിയിരിക്കുന്നു. ഇത് ബാങ്കുകളെ കൂടുതൽ ശക്തവും കാര്യക്ഷമവുമാക്കാനും ആഗോളതലത്തിൽ മത്സരിക്കാൻ പ്രാപ്തമാക്കാനും ലക്ഷ്യമിടുന്നു. ദേന ബാങ്കിന്റെ ചരിത്രം ഈ വലിയ പരിവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ പാരമ്പര്യവും സംഭാവനകളും ബാങ്ക് ഓഫ് ബറോഡയിലൂടെ ഇന്നും നിലനിൽക്കുന്നു.
ദേന ബാങ്ക് എന്ന പേര് ചരിത്രത്തിന്റെ ഭാഗമായെങ്കിലും അതിന്റെ പൈതൃകം ബാങ്ക് ഓഫ് ബറോഡയുടെ വളർച്ചയിൽ ഒരു പ്രധാന ഘടകമായി തുടരുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.